പറയാനുള്ളത്. നെയ്മറെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്, ഇല്ലെങ്കിൽ നെയ്മറുടെ കണക്കുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നെയ്മർ ജൂനിയർ ആകെ 130 മത്സരങ്ങളിലാണ് ബ്രസീലിനായി പന്ത് തട്ടിയിട്ടുള്ളത്. അതിൽ 80 ഗോൾ നേടിയിട്ടുണ്ട്. 59 തവണ ഗോൾ അടിക്കാനുള്ള അവസരമൊരുക്കുകയും ചെയ്തു, അതായത് അസിസ്റ്റ് നൽകുകയും ചെയ്തു. ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനും ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയതും നെയ്മർ ജൂനിയർ തന്നെയെന്ന് ഓർമ്മിപ്പിക്കുന്നു. നെയ്മർ ജൂനിയർ അങ്ങനെ പെലെയൊക്കെ തന്നെ മറികടന്ന് അവരുടെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി മാറിയ താരം. അദ്ദേഹത്തിന് ഇനി ആ കാനറി കുപ്പായത്തിൽ, മഞ്ഞക്കുപ്പായത്തിൽ കാണാൻ പറ്റാത്തത് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും വല്ലാത്ത ഒരു നിരാശ തന്നെയാണ്. അതേസമയം ഇനി പോകുന്നത് ബ്രൂണോ ഗുമേറസ് ആണ് ആദ്യത്തെ പെനാൽറ്റി എടുത്തത്. അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു റെക്കോർഡിന് ഇടയാക്കി. അതായത് ബ്രൂണോ ഗുമേറസ് 40 വർഷത്തിനിടെ ഷൂട്ടൗട്ടിൽ അല്ലാതെ പെനാൽറ്റി നഷ്ടമാക്കുന്ന ആദ്യ ബ്രസീലിയൻ താരമെന്ന ഒരു ചീത്തപ്പേരാണ് സ്വന്തമാക്കിയത്. ഇതിനു മുമ്പ് 3 തവണയാണ് ഇതുപോലെയുള്ള പെനാൽറ്റി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ 2 തവണയും ബ്രസീൽ എലിമിനേറ്റ് ആവുകയായിരുന്നു. ആദ്യത്തേത് 1934 വാൾഡിമർ ഡി ബ്രിട്ടോയ് ആയിരുന്നു. അദ്ദേഹം പെനാൽറ്റി പാഴാക്കി സ്പെയിനെതിരെ പ്രീ ക്വാർട്ടറിൽ അന്ന് ബ്രസീൽ തോറ്റു പുറത്തായി. അതിനുശേഷം 1986 സിക്കോ, അവരുടെ വിഖ്യാതനായ താരം, അദ്ദേഹം ഫ്രാൻസിനെതിരെ ക്വാർട്ടർ ഫൈനൽസിൽ ഇതുപോലെ പെനാൽറ്റി പാഴാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ ബ്രൂണോ ഗുമേറസും കൂടി വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമീപകാലത്ത് 2002 ലോകകപ്പ് നേട്ടത്തിന് ശേഷം വലിയ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2006 നോക്കാം, ക്വാർട്ടർ ഫൈനൽസിൽ പുറത്താവുന്നു. 2010 ക്വാർട്ടർ ഫൈനൽസിലായിരുന്നു. 2014 ജന്മനാട്ടിൽ, സ്വന്തം നാട്ടിൽ ജർമ്മനിയോട് വലിയ രീതിയിൽ തോറ്റ 7-1 കനത്ത തോൽവിയോടുകൂടിയാണ് അന്ന് പുറത്താവുന്നത്. അതിനുശേഷം 2018 വീണ്ടും ക്വാർട്ടർ ഫൈനൽസിൽ പുറത്താകുന്നു. 2022 കഴിഞ്ഞ തവണ ക്രൊയേഷ്യക്കെതിരെ ക്വാർട്ടർ ഫൈനൽസിലാണ് തോറ്റു പുറത്തായത്. 2026 ഇപ്പോൾ പ്രീ ക്വാർട്ടറിലും തോറ്റുമടങ്ങുന്ന ബ്രസീലിനെയാണ് കടന്നത്. മറ്റൊരു കൗതുകം, ഇതെല്ലാം യൂറോപ്യൻ ടീമുകൾക്കെതിരെ എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും ഒരു കോൺഫെഡറേഷനെതിരെ ഇങ്ങനെ, അതായത് UEFA ആ കോൺഫെഡറേഷനെതിരെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാൻമോബോൾ അങ്ങനെ ഒരു കോൺഫെഡറേഷനെതിരെ തുടർച്ചയായി ഇത്തരങ്ങൾ മത്സരങ്ങൾ തോറ്റു പുറത്താവുന്ന ആദ്യത്തെ ടീം എന്ന ഒരു നാണക്കേട് കൂടി ബ്രസീലിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.